ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖല്ലേ? അപ്പം എനിക്ക് യൂട്യൂബ് കമൻറ്റിലിട്ട് ഒരുപാട് പേര് കുറേയധികം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിൽ തന്നെ ഭൂരിഭാഗം പേരും ചോദിക്കുന്നത് എത്ര പഠിച്ചിട്ടും മാർക്കിന് ഒരു വ്യത്യാസവും. അതായത് 50-ൽ സ്റ്റക്കായിട്ട് നിൽക്കുക, 48-ൽ സ്റ്റക്കായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ കറങ്ങുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഞാൻ PSC എഴുതിയ കാലം തൊട്ടേ 50-ലാണ്, അതിനപ്പുറം കടക്കുന്നില്ല. അതായത് ആ ഒരു റേഞ്ചിൽ തന്നെ കറങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെ പറയുന്നവരോടാണ് എനിക്കിന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാനുള്ളത് കേട്ടോ. PSCയിലോട്ട് വരുമ്പം ആരും 70+ഓ 80+ഓ വാങ്ങൂലല്ലോ. എല്ലാവരും തുഴഞ്ഞ് തന്നെയാണ് കരയ്ക്കെടുക്കുക. എൻ്റെ PSC എക്സാമിന് ഞാൻ ആദ്യം പോയത് ഡിഗ്രിക്ക് പഠിക്കുന്ന ആ ഒരു ടൈമിലാണ്. ആ ടൈമൊന്നും അറിയില്ല. അതായത് കുറച്ച് GK ക്വസ്റ്റ്യൻസ് മാത്രം റാൻഡായിട്ട് അറിയാം, അത്രയേ ഉള്ളൂ. വേറൊരു കാര്യം എനിക്കറിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഒരു എക്സാമിന് ഞാൻ വാങ്ങിയ മാർക്ക് എന്ന് പറയുന്നത് വെറും 36 മാർക്കായിരുന്നു. അതായത് ഒരു പ്രിപ്പറേഷനും ഇല്ലാണ്ട് പോയിട്ട് എഴുതിയ എക്സാം അത്. പിന്നീട് ഡിഗ്രിക്ക് കഴിഞ്ഞു, കുറച്ചൊന്ന് ബ്രേക്കൊക്കെ എടുത്തതിന് ശേഷം PSCയിലോട്ട് തിരിച്ചു. അപ്പോൾ കുറച്ചൊന്ന് പഠിച്ചിട്ട് നമ്മൾ പോവുമല്ലോ. അന്നേരത്ത് പോയി എഴുതിയ എക്സാമിന് 48 എന്നുള്ള റേഞ്ചിലേക്ക് ആ ഒരു മാർക്ക് കടന്നു കേട്ടോ. കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ട് എഴുതിയ എക്സാമിൻ്റെ മാർക്കും അല്ലാണ്ടുള്ള എക്സാമും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയേ. 36 ഒന്നുമില്ലെങ്കിലും ഞാൻ 48 മാർക്കിലേക്ക് എത്തിയില്ലേ. പിന്നെ കുറേ കാലത്തേക്ക് ഈ ഒരു 48 റേഞ്ച് തന്നെ കറങ്ങിക്കിടക്കുമായിരുന്നു. ആ സമയത്തേക്ക് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ റാങ്ക് ലിസ്റ്റിലോട്ടും കയറുന്നില്ല, ഒരു ജോലിയും കിട്ടുന്നില്ല, ഒന്നും ആവുന്നില്ല. വെറുതെ ഇങ്ങനെ ഈ 48 റേഞ്ചിൽ ഇങ്ങനെ കറങ്ങിക്കിടക്കുക മാത്രം ചെയ്യുന്നു. എന്നെക്കാളും എന്താ പറയുക, മുന്നോട്ട് പഠിച്ചവരൊക്കെ അവർ പഠിച്ച് അവരുടെ മാർക്കും ഇമ്പ്രൂവ് ആവുന്നുണ്ട്. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നറിയില്ല എന്ന് വെച്ചിട്ട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ എന്നെ വിലയിരുത്തി. എങ്ങനെയെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് എനിക്ക് മറ്റുള്ളവരുടെ കൂടെ എത്താൻ വേണ്ടി കഴിയാത്തത്, എന്തുകൊണ്ടാണ് ഞാൻ റാങ്ക് ലിസ്റ്റിൽ തള്ളപ്പെടുന്നത് എന്ന കാര്യങ്ങളൊക്കെ സ്വയം വിലയിരുത്തുക ചെയ്തത്. പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ മുന്നേ എഴുതി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി. അതിൽ ഞാൻ തെറ്റിച്ചതും അതുപോലെ ശരിയാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൽ നിന്നും എനിക്ക് മാർക്ക് പോയത് കുറച്ച് പ്രത്യേക ടോപ്പിക് എന്നായിരുന്നു. അതായത് എക്കണോമിക്സ്, കറണ്ട് അഫേഴ്സ്, സ്പോർട്സ്, കല, ഹിസ്റ്ററി, ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ എനിക്ക് നല്ലോണം മാർക്ക് പോയിട്ടുണ്ട്. അതുപോലെ അറ്റൻഡ് ചെയ്യാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ചിലതൊക്കെ ഞാൻ നെഗറ്റീവ് മാർക്കും വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പിന്നെ ഞാൻ എഴുതിയ എക്സാമിനും അങ്ങനെ തന്നെയല്ലേ ഉണ്ടായത്. അതായത് ഈ വിഷയങ്ങളിൽ നിന്നൊക്കെ എനിക്കൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ വളരെ കുറവേ അറ്റൻഡ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ കറക്കി കുത്തിയിട്ട് നെഗറ്റീവ് മാർക്ക് വാങ്ങി വെക്കും. ഞാൻ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടുള്ള പേഴ്സണാണ്. അതുകൊണ്ട് തന്നെ മാത്സും ഈ സയൻസും എനിക്ക് ഈസി ആയിരുന്നു കേട്ടോ. പക്ഷെ അതേസമയം എക്കണോമിക്സ്, ഹിസ്റ്ററി, കറണ്ട് അഫേഴ്സ് ഇതൊക്കെ വളരെ വീക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചിന്തിച്ചതെന്ന് വെച്ചാൽ ആ ഒരു എക്സാമിന് ഞാൻ ഈ പറയുന്ന, അതായത് വീക്കായിട്ടുള്ള ഈ സബ്ജക്റ്റൊക്കെ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറച്ച് എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റിലെങ്കിലും കയറാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയെല്ലാം ചെയ്തതിലൂടെ ഞാൻ എൻ്റെ വീക്ക് ഏരിയ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി. പിന്നീട് വന്ന എക്സാമാണ് കമ്പനി ബോർഡ് LGS എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ വീക്ക് സബ്ജക്റ്റായ എക്കണോമിക്സ്, ഹിസ്റ്ററി ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളില്ലേ ഞാൻ മുന്നേ പറഞ്ഞ്, അതിനൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ CRT, യൂട്യൂബ്, അതുപോലെ PYQ, റാങ്ക് ഫയൽ ഇതൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പഠിച്ചു. അതായത് നല്ലോണം എഫേർട്ട് എടുത്തിട്ട് തന്നെ പഠിച്ചു. എൻ്റെ സ്ട്രോങ് ഏരിയ ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ, സയൻസ്, മാത്സ്, ഇംഗ്ലീഷ് ഇതൊക്കെയായിരുന്നു സ്ട്രോങ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കൂടുതൽ സമയമെടുത്ത് പഠിക്കാണ്ട് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വീക്ക് ഏരിയയ്ക്ക് കൂടുതൽ ടൈം കൊടുത്തിട്ട് പഠിച്ചു. ബാക്കിയുള്ളതും പഠിച്ചില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലത് റിവിഷൻ ചെയ്യുക ചെയ്തത്. പിന്നെ ഞാൻ എക്സാമിന് പോയപ്പോൾ ഈ എക്കണോമിക്സ്, ഹിസ്റ്ററി, അതുപോലെ എന്താ പറയുക സ്പോർട്സ്, ഇതിൽ നിന്നൊക്കെ എനിക്ക് കുറച്ച് അധികം, അതായത് മുന്നേ എക്സാം എഴുതിയപ്പോൾ കിട്ടിയതിനേക്കാളും മാർക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ വീക്ക് ഏരിയ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വന്നത്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഇങ്ങനെ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാത്ത കാര്യം എപ്പോഴും അറിയാത്തതായിട്ട് തന്നെ തുടരുമ്പോഴാണ് നമ്മുടെ മാർക്കും ഇമ്പ്രൂവ് ആവാണ്ട് ആ ഒരു റേഞ്ചിൽ തന്നെ സ്റ്റക്കായിട്ട് കിടക്കുക. അതാണ് പ്രധാനപ്പെട്ട റീസൺ. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ പോലും എത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അതൊക്കെ തന്നെയാണ്. ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പം ഹിസ്റ്ററി ഒട്ടും അറിയില്ല എന്ന് വിചാരിച്ചോ. അപ്പോൾ അറിയാത്തത് പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻട്രസ്റ്റ് നമുക്ക് കുറയുമല്ലോ. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാത്ത കാര്യം പഠിക്കുമ്പോൾ അറിയുന്ന കാര്യത്തെക്കാളും കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും അതിന് നിൽക്കത്തില്ല. അതായത് കുറച്ച് മടിയുള്ളവരാണെങ്കിൽ കൂടി ഒട്ടും നിൽക്കൂല, അവരതങ്ങ് സ്കിപ്പ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ വന്നാലും ഞാൻ അറ്റൻഡ് ചെയ്യൂല, അങ്ങനെ ഒരു തീരുമാനത്തിലെത്തും അല്ലേ. ആ ഒരു രീതിയിൽ അവരങ്ങ് പഠിച്ചു പോകും. പക്ഷെ ആ ഒരു മാർക്ക് കൂടി കിട്ടിയാലുള്ള ബെനിഫിറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു പോയിൻ്റ് സംതിങ് മാർക്കിനൊക്കെയാണ് നമ്മുടെ റാങ്ക് മറിയുന്നത് അല്ലേ. ചിലപ്പോൾ ആ മാർക്കിനേക്കും ചിലപ്പോൾ ലിസ്റ്റിൽ തന്നെ നമ്മൾ പുറത്താവുന്നുണ്ടാവാം. അപ്പോൾ നമുക്കറിയാത്തത് എന്നും അറിയാത്തതായിട്ട് തുടരുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറയുന്നത്.
നിങ്ങൾക്കറിയാവുന്ന കാര്യമാണല്ലോ, ഇന്നത്തെ ഈ PSC കാലഘട്ടം എന്ന് പറയുന്നത് കൂടുതൽ പേരും ഗവൺമെൻറ് ജോലിക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരാണ്. അതുപോലെ ലിസ്റ്റിൽ ആളെ ചുരുക്കുന്ന കാലഘട്ടമാണ്. പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ കട്ട് ഓഫ് വരുന്ന കാലഘട്ടമാണ്. അതും പോരാഞ്ഞിട്ട് ഡിലീഷന് കൂടുതൽ സംഭവിക്കുന്ന കാലഘട്ടമാണ്. ഒരു ഗവൺമെൻറ് ജോലി നിങ്ങൾക്ക് അത്യാവശ്യമാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തേ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്കറിയാത്ത ഏരിയ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വഴികളുണ്ട്. അതായത് മോക്ക് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോട്ട് നമ്മുടെ PSCയുടെ PYQ തന്നെ ചെയ്താൽ പോരെ. ഒരു എക്സാം എഴുതുമ്പം നമ്മൾ PSC എക്സാം എഴുതുന്ന ആ ഒരു ടൈമിൽ തന്നെ എത്ര ടൈമാണ് നമ്മൾ എടുത്തിട്ട് എഴുതുന്നത്, ആ ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം. അന്നേരം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും ഏതൊക്കെ ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിയാതെ വരുന്നത്, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്ത് നെഗറ്റീവ് ആക്കുന്നത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അതൊക്കെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ വീക്ക് ഏരിയ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് 10ൽ 4 മാർക്കേ അറ്റൻഡ് ചെയ്യാനാവുന്നുള്ളൂ. എങ്കിൽ ഇംഗ്ലീഷ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. ഈ 4 മാർക്ക് വാങ്ങിയാലൊന്നും നിങ്ങൾ ഒരിക്കലും റാങ്ക് ലിസ്റ്റിൽ എത്തൂല. ഒരു ഈസി ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10ൽ 8 അറ്റൻഡ് ചെയ്യുന്നവരാണ് കൂടുതൽ പേരും. അപ്പോൾ അവിടെ ഈ 4 മാർക്ക് വാങ്ങിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ലല്ലോ. ഈസി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ടഫ്നെസ് കൂടുന്തോറും ആ ഒരു മാർക്കിൻ്റെ റേഞ്ചിൽ വ്യത്യാസം വരും. ആ ഒരു വ്യത്യാസം വരുമ്പം നിങ്ങളുടെ മാർക്ക് അതിലും താഴില്ലേ. അപ്പോൾ നിങ്ങളുടെ വീക്ക് ഏരിയ മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ GKയിലെ ഏതെങ്കിലും ടോപ്പിക്ക് ആണെങ്കിൽ അതിന് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പഠിക്കുക. അതായത് ഇനിയൊരു എക്സാം എഴുതിയാൽ ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസിന് എന്താ പറയുക, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, അതിന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം എന്ന രീതിയിലായിരിക്കണം. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ന് സാധിക്കുന്നോ അന്ന് മുതൽ നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ആവാൻ വേണ്ടി തുടങ്ങും. ഇതൊക്കെ എൻ്റെ അനുഭവമാണ് കേട്ടോ, വെറുതെ നിങ്ങളോട് പറയുന്നതൊന്നുമല്ല. ഞാൻ പരീക്ഷിച്ച് വിജയിച്ച കാര്യമാണ്, എൻ്റെ സ്വന്തം അനുഭവമാണ് ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. നമുക്കറിയാത്തത് എപ്പോഴും നമ്മൾ അറിയാതിരിക്കുന്നത് തന്നെയാണ് PSC എക്സാമിൽ നമ്മൾ പുറത്താവാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. നമുക്കറിയുന്ന കാര്യം ഒട്ടും നോക്കാണ്ടിരിക്കരുത്, അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാലേ മനസ്സിലങ്ങ് ഉറച്ചു നിൽക്കും. അതുപോലെ സിലബസിൽ അറിയാത്ത മേഖലകൾ, അതായത് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ തെറ്റിക്കും അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ടോപ്പിക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നല്ല എഫേർട്ട് എടുത്തിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മാർക്കൊക്കെ ഇമ്പ്രൂവ് ആയി വന്നോളും. അതുപോലെ മാത്സ്, മലയാളം, ഇംഗ്ലീഷ് കൂടുതലായിട്ട് നോക്കുക. ഈ 3 ടോപ്പിക്കിൽ നിന്നും മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ കാര്യം നിങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എൻ്റെ ഈ ചാനലിലൂടെ കറണ്ട് അഫയേഴ്സ് ഡെയിലി ലോങ് വീഡിയോ ആയിട്ടല്ല കേട്ടോ, ഷോർട്സ് ആയിട്ട് തന്നെ ഡെയിലി 1-2 ഷോർട്സ് വെച്ചിട്ട് ഞാൻ ഇടുന്നുണ്ട്. ആ ഒരു ഷോർട്സിൽ 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഷോർട്സ് ആയിട്ട് ഇടാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നമുക്ക് വലിയ ബോറടിയൊന്നും ഉണ്ടാവില്ല. ഈ ലോങ് വീഡിയോസ് കാണുമ്പം കുറച്ചധികം ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ നമുക്ക് തീർച്ചയായിട്ടും ബോറടി ഉണ്ടാവും. അപ്പം അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോർട്സ് ഇടുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കാം. ഞാൻ കറണ്ട് അഫയേഴ്സ് ഇടുന്നത് ഏത് ദിവസമാണോ ഇടുന്നത് അതിന് 2-3 ദിവസം മുന്നേയുള്ള കാര്യങ്ങളായിരിക്കും ഇടുന്നുണ്ടാവുക. അല്ലാണ്ട് ഒരു മാസം മുന്നേയുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാവർക്കും എന്താ പറയുക, മുഴുവൻ സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അപ് ടു ഡേറ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ PSCക്ക് പഠിക്കുമ്പം എന്താ പറയുക, ആ പഠനത്തിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എന്തായാലും പരീക്ഷയിൽ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും, നിങ്ങളൊരു ലിസ്റ്റ് കയറുകയും ചെയ്യും, അതുപോലെ ഒരു ജോലി വാങ്ങുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടാതെ കൂടുതൽ വീഡിയോസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.